ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നല്ലോ, ഒന്നുകൂടെ നമുക്ക് പറയാം. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് തൊട്ട് തുടങ്ങാം, ശ്രദ്ധിച്ചോളൂ കേട്ടാ. ആരുമില്ലടോ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സിൽ തൊട്ടേ നമുക്ക് അറിയാവുന്നതാണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഐസ് ലിക്വിഡ് ആവുന്നു, അതിന് നമ്മൾ പറയുന്ന പേരെന്താ? മെൽറ്റിംഗ്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ഐസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലിക്വിഡ് ആവുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും? മെൽറ്റ് ആയി എന്ന് പറയും അല്ലെ, മെൽറ്റിംഗ്. ആ ജ്യോതിഷം നിന്നിട്ടേ അപ്പുറത്തെ ആ ക്ലാസ്സിൽ നിന്ന് പെണ്ണൊന്നും എടുത്തിട്ട് വരും, 2 ബ്ലാക്ക് റെഡ് ഉണ്ട്. എന്തെന്ന് പറയും? വേഗം എടുത്തിട്ടോ. മെൽറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഐസ് ലിക്വിഡ് ആവുന്നതിനെ നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയും. ഇനി നേരെ തിരിച്ച് ലിക്വിഡ് ഐസ് ആവുന്നതിനെ നമ്മൾ എന്തെന്നാ പറയാ? ഫ്രീസിങ് അല്ലെങ്കിൽ ഫ്യൂഷൻ എന്ന് നമ്മൾ പറയും. ഫ്രീസിങ് എന്നാണ് നമുക്ക് ജനറലി അറിയാവുന്നത്. സാധാരണ അപ്പോ എന്റെ കയ്യിൽ ഒരു ഐസ് ഉണ്ട്, ഒരു പീസ് ഐസ് ഉണ്ട്, അത് ലിക്വിഡായി. അപ്പൊ നമ്മൾ പറയും അത് മെൽറ്റ് ചെയ്തെന്ന് പറയും. ഇനി ആ ലിക്വിഡ് നേരെ തിരിച്ച് നമ്മൾ സോളിഡ് ആവുന്നു, ലിക്വിഡ് ഐസ് ആയി കഴിയുമ്പോൾ നമ്മൾ അത് പറയും ഫ്രീസ് ആയി എന്ന് പറയും, അല്ലെങ്കിൽ അത് ഫ്യൂഷൻ ചെയ്തു എന്ന് പറയാം, ഫ്യൂഷൻ ആയി എന്ന് പറയാം. ഓക്കെ, അപ്പൊ മെൽറ്റിംഗും ഫ്യൂഷനും മനസ്സിലായില്ല. ഐസ് ടു ലിക്വിഡ് മെൽറ്റിംഗ് എന്ന് പറയും, ലിക്വിഡ് ടു ഐസ് നമ്മൾ ഫ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ചെയ്തു എന്ന് പറയും. ഓക്കെ, ഇനി ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ആ 0 ഡിഗ്രി സെൽഷ്യസ് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവോ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവോ? 0 ഡിഗ്രി. ഇപ്പൊ നമ്മൾ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു, അത് ലിക്വിഡ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചറിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുക? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ ഉണ്ടാവത്തില്ല. ഓക്കെ, അതായത് ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ, അപ്പൊ നമ്മൾ ജനറലി നമ്മൾ ചോദിക്കുമ്പോൾ സാധാരണ ഇപ്പൊ ഞാനായാലും ആരായാലും ചിന്തിച്ചു പോകും, നമ്മളിപ്പോ ഐസ് ലിക്വിഡ് ആകുന്ന ആ ടൈമിൽ ടെമ്പറേച്ചറിന്റെ എന്തോ ഡിഫറൻസ് കൊണ്ടാണ് മാറിപ്പോകുന്നതെന്ന് പറയും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അത് ഐസ് ലിക്വിഡ് ആകുമ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന അതേ ടൈമിൽ ലിക്വിഡും 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ആയിരിക്കും. അതേ തണുപ്പ് തന്നെ ആയിരിക്കും എന്തിനും ഉണ്ടാവുന്ന, ആ ലിക്വിഡിനും ഉണ്ടാവുന്ന. ജസ്റ്റ് സ്റ്റേറ്റ് മാത്രം മാറിയെന്നേ ഉള്ളൂ. ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുവാന്ന് വിചാരിക്കും, അത് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് എന്റെ കയ്യിരിക്കുന്ന ഐസ് നേരെ വാട്ടർ ആയി. പക്ഷെ ഇതിന് എത്രത്തോളം തണുപ്പ് ഉണ്ടായിരുന്നു അത്രത്തോളം തണുപ്പ് തന്നെ എന്തിനുണ്ടാവും? വാട്ടറിന് ഉണ്ടാവും. കാരണം അവിടെ എന്തുണ്ട്? ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല, ഡിഗ്രി സെൽഷ്യസ് ഒന്നും മാറുന്നില്ല, പക്ഷെ സ്റ്റേറ്റ് മാറുന്നുണ്ട്. ഐസിലിരുന്നത് എന്തായിട്ട് മാറി? ലിക്വിഡ് ആയിട്ട് മാറി. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും, പക്ഷേ ടെമ്പറേച്ചർ എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല, സെയിം തന്നെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ലിക്വിഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്നാ പറയാ? ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും? വേപ്പറൈസേഷൻ എന്ന് പറയും അല്ലെ. ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയും. നേരെ തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും? കണ്ടൻസേഷൻ എന്ന് പറയും. ഓക്കെ, വിവേക് എന്തൊക്കെയോ പഠിച്ചിട്ടാ വന്നേ. കണ്ടൻസേഷൻ എന്ന് പറയും. എടുത്തതായിരുന്നു, ഓർമ്മ ഉണ്ടാവുന്ന. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇതുപോലെ തന്നെ ലിക്വിഡ് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഇരിക്കാന്ന് വിചാരിക്കുക. ലിക്വിഡ് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അതും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഇപ്പൊ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് ആയി എന്ന് പറയുമ്പോൾ അവിടെ എന്താ മീൻ ചെയ്യുന്നത്? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് ലിക്വിഡിൽ ഇരിക്കുന്ന ആൾ എന്തായിട്ട് മാറി? ഗ്യാസ് ആയിട്ട് മാറി. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടന്നു, പക്ഷെ ടെമ്പറേച്ചർ എപ്പോഴും ലിക്വിഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ആ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാവില്ല, 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ഗ്യാസ് എന്ന് പറയുമ്പോൾ സ്റ്റീം, ഇപ്പൊ ലിക്വിഡ് സ്റ്റീമായി മാറത്തില്ലേ? വേപ്പർ ചെയ്ത് സ്റ്റീമായി മാറുന്നു. അപ്പോഴും എന്തിനാ സംഭവിക്കുക? 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും എമൗണ്ട് ഓഫ് ഹീറ്റ്, 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ ചേഞ്ച് ചെയ്യുന്നത്? ടെമ്പറേച്ചർ സെയിം തന്നെ. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക?
ഈ സെൽഷ്യസ് തന്നെ ആയിരിക്കത്തില്ല, മാറും. ആ ചേഞ്ചസ്, ആ സ്റ്റേറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ സെയിം തന്നെ ആയിരിക്കും ടെമ്പറേച്ചർ വരുന്നത്. അപ്പൊ ഐസ് വാട്ടർ ആകുമ്പോഴും ആ ചേഞ്ച് ചെയ്യുന്ന പെട്ടെന്ന് എന്റെ കയ്യിലേക്കുന്ന ഐസ് പെട്ടെന്ന് വാട്ടർ ആയിട്ട് മാറി. അപ്പൊ എന്താ പറയാ, ടെമ്പറേച്ചർ രണ്ടിന്റെയും സെയിം. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ അത് മാറും. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ പറയുന്ന ഇത് 0°C തന്നെ നിൽക്കത്തില്ല, മാറും. പക്ഷെ ആ ഒരു ചേഞ്ച്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഐസ് ലിക്വിഡ് ആവുന്നതിന് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്താന്നാ പഠിച്ചത്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എഴുതിയതായിരുന്നു നമ്മൾ. അപ്പൊ വാട്ട് ഈസ് മെൽറ്റിംഗ് പോയിന്റ്? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ആൻഡ് ലിക്വിഡ് കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം ഈസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും ഡിഫൈൻ ചെയ്യുന്ന? ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ആൻഡ് ഗ്യാസ് കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, രണ്ടും തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരുന്ന സിറ്റുവേഷൻ, അതിനെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പൊ മനസ്സിലായ? ഐസ് ടു ലിക്വിഡിന് നമ്മൾ എന്ത് പറയും? മെൽറ്റിംഗ് എന്ന് പറയും. ലിക്വിഡ് തിരിച്ച് ഐസ് ആവുന്നതിനെ നമ്മൾ ഫ്യൂഷൻ ചെയ്തു എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ലിക്വിഡ് ടു ഗ്യാസിനെ നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയും. ഗ്യാസ് ടു ലിക്വിഡിനെ നമ്മൾ എന്ത് പറയും? കണ്ടൻസേഷൻ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ചേഞ്ച്, ആ സ്റ്റേറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ടൈമിൽ ടെമ്പറേച്ചറിന് ഡിഫറൻസ് ഉണ്ടാവില്ല, ടെമ്പറേച്ചർ സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഈ ഐസ്, ഇപ്പൊ ഇവിടെ ഒരു ഐസ്, എന്റെ ഒരു ഐസ് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വാട്ടറായി. ജസ്റ്റ് ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് മെൽറ്റ് ചെയ്ത് വാട്ടറായി. ഇതിന്റെ ടെമ്പറേച്ചറും 0°C ആയിരിക്കും, ഇതിന്റെ ടെമ്പറേച്ചറും 0°C ആയിരിക്കും. ആ ജസ്റ്റ് ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, കിട്ടിയാ? ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുമ്പോഴും ലിക്വിഡ് 100°C അപ്പൊ ഞാൻ എന്റെ കയ്യിൽ എടുക്കുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞാൽ 100°C ആയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേഞ്ച്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് ലിക്വിഡ് എന്തായിട്ട് മാറി? വേപ്പർ ആയിട്ട് മാറി. ആ വേപ്പറിന്റെ സെൽഷ്യസ് എന്ന് പറയുന്നതും 100°C തന്നെ ആയിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, കിട്ടിയാ? അപ്പൊ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്ന ആ ടൈമിൽ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ടൈമിൽ അതിന്റെ രണ്ടിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഫുൾ അലിഞ്ഞു കഴിഞ്ഞെന്ന് പറയുമ്പോൾ ആ ഒരു ടൈം, അപ്പൊ ആ ലിക്വിഡ്, ആ ഒരു ഐസ് ഫുൾ അലിഞ്ഞു കഴിയുമ്പോഴല്ലേ അത് വേറെ സ്റ്റേറ്റ് ആവുള്ളൂ, ലിക്വിഡ് സ്റ്റേറ്റ് ആവുള്ളൂ. ആ ഒരു ലിക്വിഡ്, ആ ഒരു ചേഞ്ച്, ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും 0°C തന്നെ നിൽക്കുമെന്ന്? ഇല്ല, മാറും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ആ ഫിഗർ ഒന്ന് വരച്ചു വെച്ചേ, എന്നിട്ട് എഴുതിക്കോട്ടെ. ഈ ഫിഗർ എഴുതി ഇത് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ചിട്ട് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്താന്ന് എഴുതിക്കോ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ എഴുതിയതാണ്. ഇനി ബോയിലിംഗ് പോയിന്റ് എഴുതിക്കോ. അപ്പൊ റെഗുലേഷൻ, റെഗുലേഷൻ വരെ എഴുതി അല്ലേ? ഓക്കെ, ബോയിലിംഗ് പോയിന്റ് എഴുതിക്കോ എന്തായാലും. ബോയിലിംഗ് പോയിന്റ് അവന് ഓർമ്മയുണ്ട്, അവൻ കഴിഞ്ഞ ക്ലാസ്സിൽ റെഗുലേഷൻ, റെഗുലേഷൻ ഒന്നും പറയാനായിട്ട് യു ഇല്ല, REGULATIO എന്ന് പറയും, റെഗുലേഷൻ അല്ലെ റെഗുലേഷൻ. ഓക്കെ ഓക്കെ, എഴുതിക്കേ ബോയിലിംഗ് പോയിന്റ്, എഴുതിക്കേ ബോയിലിംഗ് പോയിന്റ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് എഴുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബോയിലിംഗ് പോയിന്റ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് liquid and gas, the temperature at which liquid and gas coexist in thermal equilibrium, is called boiling point. ഇനി അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. when the state change happen, അപ്പൊ ഒരു ചേഞ്ച്, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്ന ടൈമിൽ, ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ, when the state change happen, temperature remains same. ആ ഒരു ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ മാത്രം കേട്ടോ, ജസ്റ്റ് ഐസ് വാട്ടർ ആവുന്ന ടൈമിൽ, വാട്ടർ സ്റ്റീം ആവുന്ന ആ ഒരു ടൈമിൽ, ഓക്കെ, സ്റ്റേറ്റ് ചേഞ്ച്, when state change can happen, temperature remains same. Okay, temperature remains same. അടുത്ത പോയിന്റ് എഴുതിക്കോ. both solid and gas, both solid and liquid or liquid and gas
coexist. Coexist. ആരെയാണ്? ഇന്ന് ഞാനൊന്ന് എടുത്തോട്ടെ, ഇന്ന് എന്റെ എനർജി വെറുതെ കളയരുത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊന്ന് ഞാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്ര ഓക്കെ. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇതെന്താന്ന് മനസ്സിലായില്ലേ? ടെമ്പറേച്ചർ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഈ ഒരു ഐസിനെ ലിക്വിഡ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ടെമ്പറേച്ചർ ഇപ്പൊ ഐസിന്റെ നോക്കുമ്പോൾ 0°C. ആ ഐസ് തന്നെ പെട്ടെന്ന് വാട്ടറായി, ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വാട്ടറായി, അതിന്റെ ടെമ്പറേച്ചറും 0°C. പക്ഷേ ഈ ഐസിനെ നമുക്ക് വാട്ടർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവിടെ കൊടുക്കണ്ടേ? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം. ആ ഒരു ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. എന്താണ്? ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, ലൈറ്റ് അല്ല, ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, LATENT, ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, അപ്പൊ മനസ്സിലായ? ഇപ്പൊ ഐസിനെ ലിക്വിഡ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം. ആ എമൗണ്ട് ഓഫ് ഹീറ്റിനെ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. അപ്പൊ എഴുതിക്കോ, ലേറ്റന്റ് ഹീറ്റ്. എല്ലാം ഉണ്ടായിരുന്ന ടോപ്പിക്കാണ് ലേറ്റന്റ് ഹീറ്റ്. Latent heat is the heat required to change the state of latent heat. Latent heat is the heat required to change the state of unit mass of substance. Okay, അപ്പൊ നോക്കിക്കേ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഇപ്പൊ ഐസിനെ നമുക്ക് എന്താക്കി മാറ്റണം? ലിക്വിഡ് ആക്കി മാറ്റണം. അപ്പൊ ഞാനൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം. എമൗണ്ട് ഓഫ് ഹീറ്റ് required to change the unit mass of substance. Amount of heat delta Q. നമ്മൾ amount of heat denote ചെയ്യുന്നത് എന്താ വെച്ചാൽ delta Q. Delta Q is directly proportional to M. മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇനി നോക്കിക്കേ, ടെമ്പറേച്ചർ സെയിം ഉണ്ടാവില്ല. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും എന്നാ പറഞ്ഞേ? സെയിം ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഐസ്, ഒരു ചെറിയ ഐസ് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇപ്പൊ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നത് ഇപ്പൊ ഒരു 2 ജൂൾ കൊടുക്കുന്നിരിക്കട്ടെ. ഇപ്പൊ ഒരു വലിയ ബ്ലോക്ക് ഓഫ് ഐസ് എനിക്ക് മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ 2 ജൂൾ തന്നെ കൊടുത്താൽ മതിയാകും? ഇല്ല. അപ്പൊ കുറച്ചുകൂടെ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ എമൗണ്ട് ഓഫ് ഹീറ്റ് ആരെയാ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? ഈ ഐസിന്റെ മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ അല്ല. ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് ഞാൻ കൊടുക്കണമെന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്താ ഡിഫൈൻ ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു change the unit mass of substance. അപ്പൊ delta Q എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ്. എമൗണ്ട് ഓഫ് ഹീറ്റ് is directly proportional to M. വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? മാസ്. എത്രത്തോളം മാസ് ഉണ്ടോ? ഇപ്പൊ ഒരു വലിയ ഐസ് ബ്ലോക്ക് ആണെങ്കിൽ അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു ചൂട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഒരു ചെറിയൊരു ബ്ലോക്ക് ആണെങ്കിൽ ഇപ്പൊ 2 ജൂൾ മതിയാവും. പക്ഷെ ഒരു വലിയ ബ്ലോക്ക് ആണെങ്കിൽ ആ 2 ജൂളും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മെൽറ്റ് ആവത്തില്ല. അപ്പൊ ആരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും? എമൗണ്ട് ഓഫ് ഹീറ്റ് ആരെയാ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഡെൽറ്റ Q is directly proportional to M. Delta Q is directly proportional to M. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് delta Q is equal to, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഞാൻ ഒരു ലെറ്റർ കൊണ്ടുവന്നെയാണ് L. ഓക്കെ, ഈ Lനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, ലേറ്റന്റ് ഹീറ്റ് എന്താ? ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ ആ ഡെഫിനിഷൻ എഴുതിക്കോട്ടെ. ഡെൽറ്റ Q is directly proportional to M. M എന്താന്ന് എഴുതിക്കോ. M is the mass of the substance. കോൺസ്റ്റന്റ് ആണ് ഞാൻ കൊണ്ടുവന്നത്. L എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് ഈക്വൽറ്റി കൊണ്ടുവന്നു. അപ്പൊ അവിടെ അതിന് പകരം കൊണ്ടുവന്നാണ് L. ഡെൽറ്റ Q ഈക്വൽ ടു ML. മനസ്സിലായ? കിട്ടുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായി? ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റിന് നമ്മളിപ്പോ എപ്പോഴും അപ്പൊ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആരെയായിരിക്കും? മാസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ടെമ്പറേച്ചർ വേറെ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് എന്താണെന്ന് പറഞ്ഞേ? ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു
ചേഞ്ച് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ചേഞ്ച് ചെയ്യാനാണ് സ്റ്റേറ്റ്. ഐസിൽ നിന്ന് ലിക്വിഡ് ആക്കണം, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആക്കണം. ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. കിട്ടിയ അപ്പൊ തന്നെ സെന്റൻസ് പഠിച്ചോട്ടോ. ഒന്ന് പറഞ്ഞേ, എമൗണ്ട് ഓഫ് ഹീറ്റ് required to change unit change. Okay, change of unit substance. Okay, അപ്പൊ latent heat. ഇനി അടുത്ത ഇതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് latent heat of fusion. latent heat of fusion എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എന്തിനെ എന്താക്കാനായിട്ടായിരിക്കും? ടീച്ചർ പറയണേ. latent. അപ്പൊ നമ്മൾ latent heat എന്താന്ന് പഠിച്ചു. latent heat എന്താന്നാ പഠിച്ചേ ഇപ്പൊ പറഞ്ഞത്? നോക്കല്ലേ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഒരു യൂണിറ്റ്, എന്തോ ഒരു യൂണിറ്റ് മാസ് എന്താന്ന് പറഞ്ഞിട്ടില്ല. അത് ഐസിനെ ലിക്വിഡ് ആക്കാനാണോ ലിക്വിഡിനെ ഗ്യാസ് ആക്കാനാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റിനെയാണ് എന്തെന്ന് പറയാം? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. ഇനി ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോ അത് ഏതിനെ എന്തിലേക്ക് മാറ്റാനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ നോക്കുമ്പോ തന്നെ മനസ്സിലാവും, ഫ്യൂഷൻ എന്ന് പറയുമ്പോ എന്തായിരിക്കും? ഫ്യൂഷൻ എന്ന് പറയുമ്പോ ആരാക്കി മാറ്റാനായിരിക്കും ഒന്ന് ആലോചിച്ച് പറഞ്ഞ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോ എന്തിനെ എന്താക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ആയിരിക്കും? ലിക്വിഡിനെ ഐസാക്കി മാറ്റും. ഐസിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ലിക്വിഡിനെ ഐസാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് ലിക്വിഡ്, യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡിനെ നമുക്ക് ഗ്യാസ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഗ്യാസിനെ നമുക്ക് നേരെ ലിക്വിഡ് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തെന്നാ പറഞ്ഞത്? എന്തോ ഒരു സബ്സ്റ്റൻസിനെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യിക്കുക. ഓക്കെ, ഇപ്പൊ ഐസ് ആവാം, അല്ലെങ്കിൽ ലിക്വിഡിനെ ഗ്യാസ് ആക്കാം, എന്തോ ആക്കുക. ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുവാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ എന്താ ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഐസ് ടു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ടു ഐസ്, അതിനെയാണ് നമ്മൾ ഫ്യൂഷൻ ചെയ്യാന്ന് പറയാം. മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ എന്ന് പറയും. ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് എന്ന് നമ്മൾ പറയാറില്ല, പകരം ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയാം. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ലിക്വിഡ് ടു ഗ്യാസ്, ഐസ് ടു ലിക്വിഡ് ഓർ ലിക്വിഡ് ടു ഐസ്. ഐസിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലിക്വിഡിനെ ഐസ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റിന് പറയുന്ന പേരെന്താ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, എഴുതിക്കോ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ is the heat required to change. Latent heat of fusion is the heat required to change the state of unit mass of a solid, unit mass of a solid to liquid, unit mass of a solid to liquid, unit mass of a solid to liquid or liquid to solid or liquid to solid. Unit mass of a solid to liquid or liquid to solid. മനസ്സിലായല്ല? വായിക്കുമ്പോ തന്നെ കിട്ടണോട്ടാ. സംഭവം കണ്ടന്റ് കിട്ടിയില്ലേ? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ഐസ് ടു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡിനെ ഐസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ്. ഇനി അപ്പൊ നമുക്ക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ ഇക്വേഷൻ എഴുതണം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ലേറ്റന്റ് ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഡെൽറ്റ ക്യൂ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. മാസിനെ തന്നെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഞാൻ കൊണ്ടുവരുന്നു എം എൽ എഫ്. എൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്താ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? ലേറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ ആണ് എഴുതിയത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പൊ ഈ ഇക്വേഷൻ കാണുമ്പോ തന്നെ മനസ്സിലാക്കുക, ഈ ഇക്വേഷൻ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ഐസ് ടു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ടു ഐസ്. അതിനുവേണ്ടി നമ്മൾ കൺവേർഷൻ യൂസ് ചെയ്യുന്നതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, എൽ എഫ് എന്ന് തന്നെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എഴുതാമല്ലോ. ഓക്കെ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷന്റെ ഇക്വേഷൻ എങ്ങനെ ഒരു ആനന്ദ് പറഞ്ഞേ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷന്റെ ഇക്വേഷൻ, വാപ്പറൈസേഷന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ ക്യൂ is directly proportional to m. Delta Q equal to ml v. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അത് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് എഴുതിക്കോ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച്. എഴുതണം, ഡെഫിനിഷൻ എഴുതണം. ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കോളൂ കേട്ടാ.
ഇതിന്ന് തിയറി ചോദിക്കും, നന്നായിട്ട് ചോദിക്കും. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താണ്, വാപ്പറൈസേഷൻ എന്താന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്ത് എഴുതിക്കോ. ഫ്രണ്ട് ഇരുത്തിയിട്ട് സംസാരിക്കല്ലേ. ഓക്കെ 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 എഴുതിക്കേ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ is the heat required to change state of unit mass. അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. state of unit mass of a liquid to gas, state of unit mass of a liquid to gas or gas to liquid to gas. വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. വേപ്പറൈസേഷൻ കണ്ടൻസേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അവിടെ ലേറ്റന്റ് ഹീറ്റും കണ്ടൻസേഷനും നമ്മൾ പറയത്തില്ല. അപ്പൊ ഒന്നെങ്കിൽ ലിക്വിഡിനെ ഗ്യാസ് ആക്കാം, അല്ലെങ്കിൽ ഗ്യാസിനെ ലിക്വിഡ് ആക്കാം. അതിനുവേണ്ടി നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഹീറ്റിനെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. മറ്റേതിനെ നമ്മൾ എന്തെന്ന് പറയും? ഐസും സോളിഡും. അപ്പൊ രണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് ഒരു കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. ഐസിനെ സോളിഡ് ആക്കാൻ അല്ലെങ്കിൽ സോളിഡിനെ ഐസിനാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ഏതാ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ഇനി നേരെ തിരിച്ച് ലിക്വിഡ് ടു ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് ടു ലിക്വിഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇക്വേഷൻ പഠിച്ചാ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു MLV ആൻഡ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു MLF. പ്രോബ്ലം ചോദിക്കൂട്ടെ, അതാ പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ രണ്ടോന്ന് ബോക്സ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ കേട്ടോ ലേറ്റന്റ് ഹീറ്റ് എന്താന്ന് നോക്കുക. ഇക്വേഷൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. കഴിഞ്ഞാ? എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. നമ്മളിപ്പോ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരക്കാൻ പോകും, ടെമ്പറേച്ചറും ഹീറ്റും. അപ്പൊ ഇവിടെ ഇനി കുറച്ചു നേരം ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോ ടെമ്പറേച്ചർ എന്തായിരിക്കും? ആ ടൈമിൽ സെയിം ആയിരിക്കും. ഇപ്പൊ ഐസ് ലിക്വിഡിലേക്ക് മാറുന്ന ആ ടൈമിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? രണ്ടിന്റെ 0 ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമില് ഇതാ മതിയല്ലേ? അല്ല ആരെങ്കിലും കേറുമെന്ന് ഓർത്ത് വെച്ചതാ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, ഐസ് ലിക്വിഡ് ആവുന്ന ടൈമില് അല്ലെങ്കിൽ ലിക്വിഡ് ഐസ് ആവുന്ന ടൈമില് ഞാൻ പറഞ്ഞ ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാവില്ല. ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അതിനു മുമ്പ് ഇപ്പൊ നോക്കിക്കേ, അതിനു മുമ്പ് നമുക്ക് വേണമെങ്കിൽ ടെമ്പറേച്ചർ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിന് മുമ്പ് 0 ഡിഗ്രി സെൽഷ്യസ് ആവുന്നതിന് മുമ്പ് 0 ഡിഗ്രി സെൽഷ്യസിലല്ല ഐസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ എഫക്ട് ചെയ്യും. വൺസ് 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഐസായി. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസായി. പിന്നെ അത് നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകണം, ലിക്വിഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഞാൻ കൊടുക്കണേ. അപ്പൊ എന്റെ കയ്യിൽ ഐസ് ഉണ്ട്, ഞാനപ്പോ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തോണ്ടിരിക്കണേ. എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്ത് അത് ലിക്വിഡ് ആയി കഴിഞ്ഞപ്പോഴും രണ്ടിന്റെയും ടെമ്പറേച്ചർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ആ സ്റ്റേറ്റ് മാറി. ഇപ്പൊ എന്റെ ഇരുന്ന ഐസ് എന്തായി? ലിക്വിഡായി മാറി. പക്ഷേ എന്നാലും എന്താ ടെമ്പറേച്ചർ എന്താ? സെയിം തന്നെ ആയിരിക്കും. ഇനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ലിക്വിഡിന് ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരിക്കണേ. ടെമ്പറേച്ചർ കൊടുത്ത് അത് എഫക്ട് ചെയ്യും, ടെമ്പറേച്ചർ എഫക്ട് ചെയ്യും. പക്ഷേ വൺസ് 100 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിയുമ്പോഴത്തേക്കും അത് എന്തായി? 100 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വാട്ടർ ആയില്ലേ? ഓക്കെ, ആ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് പിന്നെ അത് സ്റ്റീമിലേക്ക് പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ ടെമ്പറേച്ചറിന് എന്തുണ്ടാവും?
ഏതാ? എടാ അതല്ല, ഇപ്പൊ ഐസ് നമ്മൾ ലിക്വിഡിലേക്ക് മാറ്റുന്ന ആ ടൈമില്, ഐസ് പെട്ടെന്ന് ലിക്വിഡ് ആവുന്ന ആ ടൈമിലില്ലേ, അതിന്റെ ടെമ്പറേച്ചർ 0°C തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? കൂടും. അപ്പൊ ആ ഒരു ടൈമിൽ, ആ ഒരു ചേഞ്ച് ചെയ്യുന്ന അതേ ടൈമിൽ മാത്രമേ ടെമ്പറേച്ചർ സെയിം ആയിട്ട് ഇരിക്കുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ നമുക്ക് 100°C ഇരിക്കുമെന്ന് വിചാരിക്കും. 100°C ഇരിക്കുമെന്ന് വിചാരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും എന്ത് വരാൻ തുടങ്ങുക? സ്റ്റീം വരാൻ തുടങ്ങുന്നത് അല്ലെ. 100°C കഴിയുമ്പോഴത്തേക്കും സ്റ്റീം വരാൻ തുടങ്ങും. അപ്പൊ നോക്കിക്കേ, ഈ ലിക്വിഡിനെ ഞാൻ സ്റ്റീം ആക്കി മാറ്റി, ഗ്യാസ് ആക്കി മാറ്റി. അപ്പൊ ലിക്വിഡ് ഗ്യാസ് ആവുന്ന ടൈമിലുള്ള അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100°C തന്നെ ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിപ്പോ സ്റ്റീമും അതുപോലെ തന്നെ ലിക്വിഡ്, ചൂടുവെള്ളവും സ്റ്റീമും തമ്മിലുള്ള അതിൽ ഏതിലായിരിക്കും കൂടുതൽ ഹീറ്റ് എഫക്റ്റ് ഉണ്ടാവുന്നത്? സ്റ്റീമിനായിരിക്കും. അത് എന്താ മീൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആവുന്ന ടൈമിൽ രണ്ടിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അതിന്റെ ഗ്രാഫ് നമ്മളിപ്പോ പ്ലോട്ട് ചെയ്യുവാണ്. അപ്പൊ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് ടെമ്പറേച്ചർ കൊടുത്തു വന്നപ്പോഴത്തേക്കും ടെമ്പറേച്ചർ ആദ്യമൊക്കെ കൊടുക്കും, പിന്നെ ഐസിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും 0°C എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, 0°C എന്താണ്? ഐസാണ്. ഓക്കെ. പിന്നെ ആ ഐസ് കോൺസ്റ്റന്റ് ആയിട്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ പോകും. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ പോകും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അത് ചേഞ്ച് ചെയ്യും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ എഫക്ട് ചെയ്യും. പക്ഷെ പിന്നെ നോക്കിക്കേ, പിന്നെ 100°C എത്തിക്കഴിഞ്ഞപ്പോ അത് വാട്ടർ ആണ്. ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ വാട്ടറിൽ നിന്ന് അത് സ്റ്റീം ആവണേണ്. സ്റ്റീം ആവുമ്പോ അതിന്റെ ടെമ്പറേച്ചർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ പോകും 100°C. പിന്നെയും ടെമ്പറേച്ചർ എഫക്ട് ചെയ്യും. അപ്പൊ ഇത് നോക്കിക്കേ, ഫസ്റ്റ് തന്നെ ഐസ്, ആ ഐസ് ഇവിടെ ഐസാണ്. 0°C എന്താ? ഐസാണ്. ആ ഐസ് ടെമ്പറേച്ചർ സെയിം ആയിരിക്കും, വാട്ടർ ആവുന്ന ടെമ്പറേച്ചർ സെയിം തന്നെ ആയിരിക്കും. ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നു. ഐസ് വാട്ടർ ആയി മാറുമ്പോഴും ചേഞ്ച്, ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആ ടൈമിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വരച്ചേക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ എഫക്ട് ചെയ്യും. പക്ഷെ പിന്നെ വാട്ടർ സ്റ്റീം ആവുന്ന ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലും ടെമ്പറേച്ചർ എന്ത് തന്നെയാ? കോൺസ്റ്റന്റ്. ഈ സ്ട്രേറ്റ് ലൈൻ വരച്ചേക്കുന്ന മാത്രം നോക്കിയാൽ മതി. ഇത് ഉദ്ദേശിക്കുന്ന എന്താ? ടെമ്പറേച്ചർ. വാട്ടർ സ്റ്റീം ആകുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഐസ് വാട്ടർ ആകുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യമില്ല, അത് ഗ്രാഫിക്കലി ഒന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഐസ് ടു വാട്ടർ ടെമ്പറേച്ചറിന്റെ വാല്യൂ സെയിം തന്നെ വന്നു, വാട്ടർ ടു സ്റ്റീം ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ത് തന്നെ വന്നു? സ്റ്റീം തന്നെ വന്നു. ജസ്റ്റ് ആ ഒരു സ്ട്രേറ്റ് ലൈൻ ടെമ്പറേച്ചർ സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഗ്രാഫ് റഫ് ആയിട്ട് വരച്ചെടുത്താൽ മതി. ചോദിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ചാൽ മതി അല്ലെ. ചോദിച്ചങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഗ്രാഫിൽ ഒന്ന് വരച്ചിട്ട്, അഥവാ ചോദിച്ചാലോ എന്നുള്ള രീതിയില്. ഓക്കെ. കഴിയുമ്പോ പറയണേ, ചാപ്റ്റർ തീർക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പഠിപ്പിക്കണില്ല, എന്നാലും ഒന്നും വേണ്ടതെന്നു. അവനൊന്നും മിണ്ടണില്ല, നല്ല കുട്ടിയായിട്ടിരിക്കണേന്ന്. ഇന്ന് ഞാൻ ഒന്നും അങ്ങോട്ട് പറയില്ല, എന്റെ ചാപ്റ്റർ തീർക്കാനുണ്ട്. ഓക്കെ, കഴിഞ്ഞാ? നല്ല ചാപ്റ്റർ അല്ലേ ഇത്? പെട്ടെന്ന് പഠിക്കാൻ പറ്റും. തിയറിയാണ്. ആ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്റർ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വല്ലതും ഉണ്ടാ? ബാങ്കിങ് ഓഫ് ഫ്രോഡിന്റെ പോലെയൊക്കെ ഉണ്ടാ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ വെച്ച് നോക്കണ ഒന്നുമില്ല. ഇത് എഴുതിയാൽ കിട്ടും അത്യാവശ്യം. തിയറി ഒക്കെ എഴുതിയാൽ മതി. ഇത് കെമിസ്ട്രി അല്ലേ അത്യാവശ്യം? അതൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ ഒന്നുമില്ല. പ്ലെയിനും പിന്നെ കുഴപ്പമില്ല. ഐസ് അത് വാട്ടർ, വാട്ടർ സ്റ്റീം, ഗ്യാസ്. സ്റ്റീമെന്നോ ഗ്യാസ് എന്നോ എന്തെങ്കിലും എഴുതിക്കോ.
ആ ഒരു ചേഞ്ച്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവുന്ന ടൈമിൽ ടെമ്പറേച്ചർ സെയിം, അത്രയും മതി. ആ കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്താന്ന് പഠിച്ചിട്ടുണ്ട്? 9th തൊട്ട് പഠിക്കുന്നതാണ് സബ്ലിമേഷൻ എന്താ. ഓക്കെ, വേറെ ആർക്കും അറിയത്തില്ല? ആ, പക്ഷെ പറയാം, പക്ഷെ ഇവൻ പറയട്ടെ എന്നൊക്കെ മിണ്ടാതിരിക്കുന്നു. ഓക്കെ, സബ്ലിമേഷൻ എന്താ? സബ്ലിമേഷൻ എന്താ? The change from solid state to vapor state without passing through liquid state. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല, സോളിഡ് തന്നെ ഡയറക്റ്റ് എന്തായിട്ട് മാറും? വേപ്പർ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡയോക്സൈഡ്, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പോരെ. ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഇല്ലേ, അതെന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ നമ്മളൊരു ബീക്കറിലേക്ക് സോളിഡ് എടുത്ത് നമ്മൾ ഇടുവാന്ന് വിചാരിക്കുക, അത് ലിക്വിഡ് ഫോമിലേക്ക് പോകത്തില്ല, നേരെ എന്തിലേക്കായി പോകും? വേപ്പർ ആയിട്ട് പോകും. ജസ്റ്റ് നമ്മളെടുത്ത് ഇടുന്നു, ടെസ്റ്റ് ട്യൂബിൽ നമ്മളെടുത്ത് ഇടുവാന്ന് വിചാരിക്കുക, സോളിഡ് കാർബൺ ഡയോക്സൈഡ് നമ്മളെടുത്ത് ഇടുന്നു. ഡ്രൈ ഐസ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ സോളിഡ് ആയിരിക്കും നമ്മൾ ഇടുന്നത്, പക്ഷേ ലിക്വിഡ് ഫോമിലേക്ക് അത് കാണാൻ പറ്റില്ല, ഡയറക്റ്റ് തന്നെ അത് എന്തായിട്ട് മാറും? വേപ്പർ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്ലിമേഷൻ എന്ന് പറയാം. എഴുതിക്കോ, സബ്ലിമേഷൻ. The change from, it is the change from sublimation, it is the change from solid state to vapor state, solid state to vapor state, solid state to vapor state without passing through the liquid state, without passing through the liquid state is called sublimation, is called sublimation. എക്സാമ്പിൾ ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡയോക്സൈഡ് ബ്രാക്കറ്റിൽ കൊടുക്കും. ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡയോക്സൈഡ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ ചോദിക്കണേ. ഓക്കെ, ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, എല്ലാവരും അവനില്ലായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ചോദിക്കാനല്ല, അല്ല, ഞാൻ ചാപ്റ്റർ എന്തായാലും തീർക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ. മെൽറ്റിംഗ് പോയിന്റും പ്രഷറും എങ്ങനെയാണ് റിലേറ്റഡ് ആയത്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ആ, ചോദിച്ചു തന്നെ പറഞ്ഞു, മെൽറ്റിംഗ് പോയിന്റും പ്രഷറും എങ്ങനെയാ റിലേറ്റ് ചെയ്യുന്നത്? പ്രഷർ, ഫാഹിം പറയാം, പ്രഷർ കൂടുമ്പോ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, വെരി ഗുഡ്. ഇനി ഓക്കെ, അതിന്റെ ബേസിൽ അപ്പൊ ഓക്കെ, പ്രഷർ കൂടുവാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ആകെ ആ ഒരു കണ്ടന്റ് മാത്രമേ മര്യാദക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. അതൊന്നും ഓർത്തിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും? നേരെ കുറയും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞായിരുന്നു. റെഗുലേഷൻ എന്താന്നാ പറഞ്ഞ? എഴുതിയതാണ്, ബുക്കിൽ എഴുതി വെച്ചതാ. റെഗുലേഷൻ എന്താന്നാ പറഞ്ഞേ? സെന്റൻസ് വയ്ക്കാനല്ല, എന്താ നമ്മൾ പഠിച്ചത്? എന്താ റെഗുലേഷൻ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഐസ് ബ്ലോക്ക് ഇല്ലേ, നമ്മൾ ഐസ് ബ്ലോക്ക് കൺസിഡർ ചെയ്യും. ഒരു ഐസ് ബ്ലോക്ക് കൺസിഡർ ചെയ്ത് അതിലേക്ക് നമ്മളൊരു ത്രെഡ് എടുത്തിടുവാന്ന് വിചാരിക്കും. അപ്പൊ ഫാഹിം എന്നെ കുറെ എതിർത്തൊക്കെ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ, അവന് പോലും ഓർമ്മയില്ല. ഒന്നുമില്ല ഇല്ലേ? അപ്പൊ റെഗുലേഷൻ, ഓക്കെ, അപ്പൊ റെഗുലേഷൻ മനസ്സിലായ? ഒരു ഐസ് ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. ഈ കണ്ടന്റ് മനസ്സിലായല്ല? പ്രഷർ കൂടുമ്പോ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഒരു ഐസ്, ആ ഐസിലേക്ക് നമ്മളൊരു ത്രെഡ് എടുത്തിടുവാന്ന് വിചാരിക്കും. ആ ത്രെഡ് എന്ത് ചെയ്യും? ത്രെഡ് അവിടെ തന്നെ നിൽക്കും. അതിങ്ങനെ താഴേക്ക് ഇറങ്ങി പോകും. പക്ഷെ ഐസ് കട്ടായി പോകും? ഇല്ല, പകരം അത് ഐസ് റീഫ്രൈസ് ചെയ്ത് വരും. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതായിരുന്നു റെഗുലേഷൻ എന്താണെന്ന്. അപ്പൊ മെൽറ്റ് ചെയ്യൂ, എന്താ പറയാ, അങ്ങനെ പറ്റൂല എന്നാ? റീഫ്രൈസ് ആവും. നീ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി. നീ ഉദ്ദേശിക്കുന്ന ചെറിയൊരു പീസ് ഓഫ് ഐസിന്റെ കേസ് ആയിരിക്കും നീ ഉദ്ദേശിക്കുന്നത്. വലുതെടുത്തിട്ട് ചെയ്ത് നോക്കിക്കോ. അത് എങ്ങനെ പീസ് ആവുമെന്ന്? അത് ചെറുതായിട്ടൊന്ന് കട്ടായിട്ടാണല്ലോ ഒന്ന് താഴേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ കട്ടായ പോർഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് റീഫ്രൈസ് ആയി പോകത്തില്ലേ? പിന്നെ ജസ്റ്റ് കൂടി വരത്തില്ലേ? ഒന്ന് ചെയ്തു നോക്കട്ടെ, അതൊക്കെ സിമ്പിൾ എക്സ്പീരിയൻസ്. ഒന്ന് ചെയ്തു നോക്കാം. വലിയ ഐസ് ഒന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് സൈസ് ഒരു ഐസ്. ഓക്കെ, അപ്പൊ ഓക്കെ. ഇനി അടുത്തത്, ഹൗ ഡസ് റെഗുലേഷൻ ഹെൽപ്പ് വൈൽ സ്കേറ്റിംഗ്? സ്കേറ്റിംഗിൽ എന്താ സംഭവിക്കുക? അപ്പൊ ഐസ് ഉള്ള സ്ഥലത്ത് നമ്മൾ സ്കേറ്റ് ചെയ്യത്തില്ലേ, അവിടെ എന്താ സംഭവിക്കുക? സ്കേറ്റിംഗ് ബോർഡ്. അപ്പൊ സ്കേറ്റിംഗിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഐസ് സ്കേറ്റിംഗിൽ എന്താ സംഭവിക്കുക? ആ സ്കേറ്റിംഗ് ബോർഡ് ഒരു പ്രഷർ ആണ് അവിടെ കൊടുക്കുന്നത്. ആ പ്രഷറിന്റെ എഫക്റ്റില് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മെൽറ്റിംഗ് പോയിന്റ് കുറയും. അപ്പൊ ആ ഐസ് എന്ത് ചെയ്യും? ആ പോർഷനിലുള്ള ഐസ്, ഇപ്പൊ ഇത് നോക്കിക്കേ,
ഇതൊരു സ്കേറ്റിംഗ് ബോർഡ് ആണെന്ന് വിചാരിക്കാം, ഇത് ഐസ് ആണെന്ന് വിചാരിക്കാം. ഐസ് സർഫസിൽ സ്കേറ്റിംഗ് ബോർഡ് ഇരിക്കുക. അപ്പൊ ഈ സ്കേറ്റിംഗ് ബോർഡിന്റെ ഈ പ്രഷർ കാരണം ഈ സർഫസിലുള്ള ഐസ് എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രഷർ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും, ഇത് ഈ ഒരു സർഫസിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും അല്ലെ? അപ്പൊ പ്രഷർ വന്നു കഴിയുമ്പോൾ ഈ സർഫസിലുള്ള, ആരാണ് സംസാരിക്കുന്നത്? ഈ സർഫസിലുള്ള ഐസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മെൽറ്റ് ചെയ്ത് വാട്ടർ ആകും. അതിന്റെ എഫക്റ്റിലാണ് ആ സ്കേറ്റിംഗ് നടക്കുന്നത്. മനസ്സിലായ? ഓക്കെ. അപ്പൊ ഇവിടെയും പറയുന്ന കൺസെപ്റ്റ് അതേ ഉള്ളൂ. പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയും. അതുകൊണ്ട് ഈ ബോർഡ്, ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ് നമ്മൾ ആ ഒരു സർഫസിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ എഫക്റ്റിൽ പ്രഷർ കൂടി കഴിയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ് അതിന്റെ താഴെയുള്ള സർഫസിലുള്ള ഐസ് എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്ത് വാട്ടർ ആവും. അങ്ങനെയാണ് സ്കേറ്റിംഗ് പോസിബിൾ ആവുന്നത്. അതൊന്ന് എഴുതിക്കോട്ടെ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഹൗ does regulation help while we skate? How does regulation help while we skate? Okay, എഴുതിക്കോ, ആൻസർ എഴുതിക്കോ. We skate on ice. When we skate on ice, due to the pressure of snowboard, due to the pressure of snow, അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാം. due to the pressure of snow, ഒരു മിനിറ്റ്, we skate on ice due to the pressure of board. ഞാൻ സ്നോ ബോർഡ് എന്നാണല്ലേ പറഞ്ഞത്. പ്രഷർ ഓഫ് ബോർഡ്, ആ ബോർഡിന്റെ പ്രഷർ കാരണമല്ലേ ഐസ് മെൽറ്റ് ആവുന്നേ. ഓക്കെ. ഡ്യൂ ടു ദ പ്രഷർ ഓഫ് ബോർഡ്, ഓക്കെ. മനസ്സിലായി. ഓക്കെ, എന്നാ ബ്ലേഡ് എന്ന് എഴുതിക്കോ. ഇനി കൺഫ്യൂഷൻ വേണ്ട. എനിക്കറിയത്തില്ല അതിന്റെ പറഞ്ഞു. ഞാൻ ബോർഡെന്ന് ഉദ്ദേശിച്ച, നിങ്ങൾ ഉദ്ദേശിച്ച ആ ബ്ലേഡിനെ തന്നെയാ ഉദ്ദേശിച്ചത്. ഓക്കെ. Pressure of blade, the snow melts. This helps skating. നമ്മളിപ്പോ ഇതിൽ പറഞ്ഞ കാര്യം ഇതിന്റെ താഴെയായിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് എഴുതിക്കോ. മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ അതൊന്ന് എഴുതിക്കോട്ടാ. ദെൻ പ്രഷർ ഇൻക്രീസ്, ഒരു ബോക്സ് വരച്ച് എഴുതിക്കോ. അടുത്ത കണ്ടന്റ് കൂടെ പറയും. ബോയിലിംഗ് പോയിന്റ് കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ബോയിലിംഗ് പോയിന്റ് നമ്മൾ എഴുതിയിട്ടില്ലല്ലോ. വെൻ പ്രഷർ ഇൻക്രീസസ് മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് പറഞ്ഞല്ലോ. അതൊന്ന് ബോക്സ് ചെയ്തിട്ടോട്ടാ. ബോയിലിംഗ് പോയിന്റിന്റെ അടുത്തത് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാനാ. ബോയിലിംഗ് പോയിന്റ് പറഞ്ഞിട്ടില്ല, ബോയിലിംഗ് പോയിന്റ് അതല്ല ബോയിലിംഗ് പോയിന്റ് പ്രഷറും റിലേറ്റ് ചെയ്ത് പറഞ്ഞില്ലല്ലോ. ഓക്കെ. എന്തേ ഈ ടോപ്പിക്കിനോട് അല്ലാത്ത ടോപ്പിക്കാണോ? ഓക്കെ, നീ പറഞ്ഞു. ഞാൻ ഓക്കെ. അടുത്തത് നിനക്കുള്ള ടോപ്പിക് തരാം. അപ്പൊ നീ ചോദിച്ചത്, അപ്പൊ ഹൈ ഓൾട്ടിറ്റ്യൂഡിലെ പ്രഷർ എന്തായിരിക്കും? ഫാഹിം തന്നെ പറ. കുറവായിരിക്കും. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ്, അപ്പൊ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് പ്രഷറും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. ഇനി ബോയിലിംഗ് പോയിന്റും പ്രഷറും തമ്മിലുള്ള റിലേഷൻ, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. മറ്റേത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ എഴുതിക്കോ, when pressure increases boiling point increases. അതായത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടും. ബോയിലിംഗ് പോയിന്റ് കൂടും. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അവന് ഈ ടോപ്പിക് എനിക്ക് തോന്നുന്നു കുറച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണോ നിനക്ക് ഈ ഏരിയ? മാർക്ക് പറ്റട്ടെ.
ഓക്കെ, നമുക്ക് ചാപ്റ്റർ തീർക്കാം. ഓക്കെ, അപ്പോ എന്താ 10th പഠിച്ചിട്ടുള്ളതാണ് ഈ ടോപ്പിക്, പഠിച്ചിട്ടുള്ളതല്ലേ ആക്ച്വലി നിങ്ങള്. ഓക്കെ, അടുത്തത് വൈ ഈസ് കുക്കിംഗ് ഡിഫിക്കൽട്ട് ഇൻ മൗണ്ടെയിൻസ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ വൈ ഈസ് കുക്കിംഗ് ഡിഫിക്കൽട്ട് ഇൻ മൗണ്ടെയിൻസ്, മൗണ്ടെയിൻ ഏരിയാസിൽ അവിടെ എന്താ പ്രഷർ എന്തായിരിക്കും? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, മനസ്സിലായി? അതുകൂടി ഒന്ന് ബോക്സ് ചെയ്തിട്ടോട്ടാ. പ്രഷർ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്, പ്രഷർ ഇൻക്രീസസ്, മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ്. അടുത്ത ക്ലാസ്സിൽ ഇത് പറയണേ ചോദിക്കുമ്പോ. ഓക്കെ, അടുത്തത് വൈ ഈസ് കുക്കിംഗ്. ഈ ക്വസ്റ്റ്യൻസ് ഇല്ല, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല, സ്കേറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുക്കിംഗ് ഡിഫിക്കൽട്ട് ഇൻ മൗണ്ടെയിൻസ്, ഇതൊക്കെ എല്ലാം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സ്കേറ്റിംഗിന്റെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ വൈ ഈസ് കുക്കിംഗ് ഡിഫിക്കൽട്ട് ഇൻ മൗണ്ടെയിൻസ്. അപ്പൊ മൗണ്ടെയിൻസിൽ കുക്കിംഗ് ഡിഫിക്കൽട്ട് ആവാനുള്ള റീസൺ എന്താ? അവിടെ എന്താ ഇപ്പൊ ആക്ച്വലി അവിടെ പ്രഷർ എന്താ? പ്രഷർ കുറവാണ്. പ്രഷർ കുറയുമ്പോ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? അവിടെ കുറയും. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് പോസിബിൾ ആയിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടുത്തെ ആൻസർ എത്രയേ ഉള്ളൂ? നമ്മൾ ഈ പറഞ്ഞ റീസൺ തന്നെ. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് pressure decreases pressure decreases pressure decreases ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ബോയിലിംഗ് പോയിന്റ് എന്താവും? ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഡിക്രീസസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനെ ഇത് ബോയിലിംഗ് പോയിന്റ് കുറയും, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. ഏത്? ഡിഫിക്കൽട്ട് ആവും. ഇപ്പൊ 100°C ബോയിൽ ആവുന്നതെന്ന് വിചാരിക്കും, ഫുഡ് ബോയിൽ ആവുന്നതെന്ന് വിചാരിക്കും. ഇത് കുറയും എന്ന് പറയുമ്പോൾ ഒരു 85°C തന്നെ ബോയിൽ ആവും. അപ്പൊ സംഭവിക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇപ്പൊ നന്നായിട്ട് ഇരിക്കേണ്ടത് കുറച്ച് കട്ടയായിട്ടൊക്കെ. ഡിഫിക്കൽട്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫുഡ് കുക്കാവും, അതല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ കട്ടായിട്ട് നമ്മൾ സാധാരണ കുക്കിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫുഡ് ഐറ്റംസ് കുക്കാവുന്ന കുറച്ച് ഡിഫിക്കൽട്ടി അവിടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഫുഡ് പ്രിപ്പയർ ആയി കഴിഞ്ഞാലും അതിപ്പോ ചിലപ്പോൾ 100°C കുക്ക് ആവേണ്ട സംഭവം ചിലപ്പോൾ എന്തെങ്കിലും 85°ലോ അല്ലെങ്കിൽ 70°യിൽ തന്നെ കുക്കാവും. കാരണം ബോയിലിംഗ് പോയിന്റ് കുറവാണ്. കുക്കാവും, പക്ഷെ കുക്കാവുന്നത് എന്തായിരിക്കും? നന്നായിട്ടിരിക്കുവോ ആ കുക്കാവുന്നത്? ബോയിലാകും, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ആവത്തില്ല. കുക്കാവുന്നില്ല എന്നല്ല, കുറഞ്ഞ ഡിഗ്രിയിൽ തന്നെ കുക്കാവും. അപ്പൊ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കേണ്ട ഫുഡ് അല്ലേ, അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, കുറച്ച് കട്ടയായിട്ടൊക്കെ ഇരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കുക്കിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ ഡിഫിക്കൽട്ട് ആവും. പ്രഷർ കുക്കർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? ഓക്കെ, ഇനി അടുത്തത് വൈ ഡസ് എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വൈ ഡസ്, അല്ലെങ്കിൽ നമ്മൾ ന്യൂമറിക്കൽ ചെയ്ത് പോകുന്നല്ലാതെ ഈ ക്വസ്റ്റ്യൻസ് നോക്കത്തില്ല, അതുകൊണ്ട് എന്തായാലും പറഞ്ഞു പോണേ. വൈ ഡസ് steam at 100°C cause more burning than water at 100°C. 9th ടോപ്പിക് എന്ന ആൻസർ പീറ്റർ പറഞ്ഞു. കറക്റ്റ് ആയിട്ട് പറയണം. Cause burning than water. Cause more burning than water at. അവൻ പറഞ്ഞതായിരുന്നു, എക്സ്ട്രാ ഹീറ്റ് വരും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതും. Why does steam at 100°C cause more burning than water at 100°C? ലേറ്റന്റ് ഹീറ്റിംഗ് എന്ന് തന്നെ പറയണം. കറക്റ്റ് ആയിട്ട് എന്താ റീസൺ എന്ന് പറയണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ തിളച്ച വെള്ളത്തിനേക്കാളും കൂടുതൽ ഹീറ്റ് എന്തിനായിരിക്കും? ആവിക്ക് നല്ല ഹീറ്റ് ഉണ്ടാവും. പക്ഷെ പറയും ആര് പറഞ്ഞെന്ന, എനിക്കും സെയിം സംശയമായിരുന്നു ആര് പറഞ്ഞെന്നായിരുന്നു. പക്ഷെ ഇല്ല, ആക്ച്വലി അങ്ങനെയാണ്. തൊട്ടാക്കാൻ പറ്റില്ല എന്നല്ല, ശരിക്കും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വെള്ളം 100°C ബോയിൽ ആയിരിക്കുന്ന വാട്ടറിനേക്കാളും കൂടുതൽ ഹീറ്റ് എന്തിനായിരിക്കും? സ്റ്റീമിനായിരിക്കും. പക്ഷെ ഇവൻ ചിന്തിക്കുന്ന പോലെ നോർമലി എല്ലാവരും ചിന്തിക്കത്തുള്ളൂ. അതെങ്ങനെയാണ്? തിളച്ച വെള്ളത്തിനല്ലേ ചൂട് കൂടുതൽ ഉണ്ടാവുന്നതെന്ന് പറയും. തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, സ്റ്റീമിനായിരിക്കും. എന്ത് സ്റ്റീം കൊള്ളുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് സ്റ്റീമാണ് അടിക്കുന്നതെങ്കിൽ അതിനായിരിക്കും നമുക്ക് കൂടുതൽ വേദന എടുക്കുന്നത്. അപ്പൊ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പഠിച്ചു. എന്താ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ? പറഞ്ഞു, ഇപ്പൊ പഠിച്ചതല്ലേ. പഠിച്ചപ്പോ എല്ലാരും കാര്യത്തിൽ പറഞ്ഞു. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്താ പഠിച്ചേ? ഇപ്പൊ പഠിച്ചതല്ലേ. പറഞ്ഞ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്താ? amount of heat required to
ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡിനെ ഗ്യാസ് ആക്കാൻ വേണ്ടി ഓർ ഗ്യാസ് ടു ലിക്വിഡ്, ലിക്വിഡിനെ ഗ്യാസ് ആക്കാൻ അല്ലെങ്കിൽ ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ എന്തെന്ന് പറയും? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു MLV എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് നമ്മളൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്യാസ് ആക്കുന്നത്. അപ്പൊ ലിക്വിഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിന് ഗ്യാസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു MLV. എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ലിക്വിഡിനെ വാട്ടർ ആക്കാം, സോ ആ ലിക്വിഡിനെ ഗ്യാസ് ആക്കാൻ വേണ്ടി എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ആ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഹീറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഗ്യാസ്, അതായത് സ്റ്റീം കൊള്ളുമ്പോൾ കൂടുതലും നമുക്ക് ബേൺ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായ? അത്ര എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ലിക്വിഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിനെ സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റുന്നത്. അപ്പൊ എനർജി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി ആർക്കുണ്ട്? ഈ സ്റ്റീമിനുണ്ട്. നമ്മൾ കൊടുക്കുന്ന എനർജി ആർക്കുണ്ട്? സ്റ്റീമിനുണ്ട്. അതുകൊണ്ടാണ് സ്റ്റീം കൊള്ളുമ്പോഴത്തേക്കും കൂടുതൽ ബേൺ ചെയ്യുന്നത്. എഴുതിക്കോ, ടു കൺവേർട്ട്. അപ്പൊ എന്താ റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതാം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ എഴുതാം. ടീച്ചറിന് ദിശല്ല. ടു കൺവേർട്ട് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ടു കൺവേർട്ട് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ടു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, water at 100 degree Celsius to steam at 100 degree Celsius, an extra amount of latent heat of vaporization is required. Latent heat of vaporization is required. Latent heat of vaporization is required. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. Steam carries this extra heat. Steam carries this extra heat and thus cause more burning than boiling water. ഇതൊന്ന് വരച്ചു വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു MLV. ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ആർക്ക് കിട്ടിയിട്ടുണ്ട്? എക്സ്ട്രാ എമൗണ്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട്? സ്റ്റീമിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയാം. ഏതിനാണ് കൂടുതൽ എഫക്ട് എന്ന് നമുക്കിപ്പോ അറിയാം. സ്റ്റീമിനാണ് കൂടുതൽ എഫക്ട് എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇത് തന്നെ പറയാം. ആർക്കാണ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഹീറ്റ് ഉള്ളത്? ആർക്കാ? നമ്മൾ ലിക്വിഡിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റീമിലേക്ക് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ആ എക്സ്ട്രാ എമൗണ്ട് ഉള്ളത് കൊണ്ടാണ് സ്റ്റീം കോസ് മോർ ബേണിംഗ് ദാൻ ബോയിലിംഗ് വാട്ടർ. ഓക്കെ, കിട്ടിയാ? അപ്പൊ ഇത്രയും തന്നെ കറക്റ്റ് ആയിട്ട് പറയട്ടെ. ഇതൊന്ന് എഴുതി വെച്ചിട്ട് ഇങ്ങനെ എഴുതിക്ക്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു MLV. ആ ഇക്വേഷൻ ആയിട്ട് ഒന്ന് എഴുതി വെച്ചേ. കൂടുതൽ ഡിസോർഡർ ആയതുകൊണ്ട് അതിനേക്കാൾ ഇല്ല അങ്ങനെ പറയാം. നമുക്ക് ഇവിടെ എക്സ്ട്രാ ഹീറ്റ് അതിന് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ തന്നെ സ്റ്റേറ്റ് ചെയ്യണം. ഒന്നും ഇല്ലെങ്കിലും ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന ആൻസറിൽ കാണണം. ഓക്കെ, അതുള്ളത് കൊണ്ടാണ് ഇത് കൂടുതൽ ഇതായിട്ട് തോന്നുന്നത്. ഓക്കെ, അടുത്തത് കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്തത് കഴിഞ്ഞില്ലേ? ഇനി അടുത്തൊന്ന് പറഞ്ഞാൽ മതി. പ്രഷർ കുക്കർ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈസി ആയിട്ട് കുക്ക് ആവുന്നത്? റീസൺ എന്താ? പ്രഷർ കൂടുമ്പോ ബാക്കി പറ. പ്രഷർ കൂടുമ്പോ എന്താ സംഭവിക്കുക? അവിടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. പ്രഷർ കൂടുമ്പോ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും? പെട്ടെന്ന് കുക്ക് ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ആൻസർ ആയിട്ട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അത് എഴുതാൻ പറ്റത്തില്ലേ? പ്രഷർ കുക്കറിൽ നമ്മൾ ആ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത പ്രഷറും ബോയിലിംഗ് പോയിന്റ് തമ്മിലുള്ള റിലേഷൻ ആണ്. നമ്മൾ പ്രഷർ കൂടുന്തോറും എത്ര പ്രഷർ കൂടിയാലും ബോയിലിംഗ് പോയിന്റ് അതെങ്ങനെയാ വന്നതെന്നാണ്. പിന്നെ 100-ന്
ബോയിലിംഗ് പോയിന്റ് കൂടും എന്നാ പറഞ്ഞേക്കുന്നത്. പ്രഷർ കൂടുമ്പോ ഇപ്പൊ നോക്കട്ടെ, ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് വിചാരിക്കും. ഇപ്പൊ പ്രഷർ കുക്കർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രഷർ നമ്മൾ കൂടുമല്ലേ, പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ പ്രഷർ കൂടുതലാണ്. അപ്പൊ പ്രഷർ കൂടുതലാകുമ്പോൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ബേൺ ആവേണ്ട സംഭവം ഇപ്പൊ 120 ഡിഗ്രി. ഇപ്പൊ വെള്ളം തന്നെ ആയിരിക്കില്ലല്ലോ, നമ്മൾ പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ്, അല്ലല്ല, എന്തെങ്കിലും ഫുഡ് ഐറ്റം ആയിരിക്കില്ലേ. അപ്പൊ അതിപ്പോ ഒരു 120 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 120 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ബോയിലിംഗ് പോയിന്റിൽ അതെന്ത് ചെയ്യും, കൂടുതൽ ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കൂടുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പൊ നന്നായിട്ട് കുക്കാവും. നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ, ഫുഡ് ഐറ്റംസ് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രഷർ കുക്കർ കൂടുമ്പോ ഇപ്പൊ 100 ഡിഗ്രിയിൽ ബോയിൽ ആവേണ്ട സംഭവം ഇപ്പൊ ചില ഫുഡ് നമ്മൾ 100 ഡിഗ്രി, ചില ഫുഡ് ഇപ്പൊ 100 ഡിഗ്രിയിൽ ബോയിൽ ആയില്ല എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളതിന് വേണ്ടിയല്ലേ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പ്രഷർ കുക്കർ യൂസ് ചെയ്യുക. പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ പ്രഷർ കൂടുതലായത് കൊണ്ട് ആ ഫുഡ് ഐറ്റം ഒരു 120 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ബോയിൽ ആവും. അപ്പോഴത്തേക്കും അത് ഈസി ആയിട്ട് കുക്ക് ആവുന്നത്, മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത്. എല്ലാം ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിൽ കുക്ക് ആവണമെന്നില്ല. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മൾ 100 ഡിഗ്രി പറഞ്ഞത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. ഇപ്പൊ വേറെ ഫുഡ് ഐറ്റംസ് ആകുമ്പോൾ അത് പോസിബിൾ അല്ലല്ലോ. വാട്ടർ മാത്രം ഇട്ട് നമ്മൾ പ്രഷർ കുക്കർ ഇടേണ്ട ആവശ്യമുണ്ടോ? വാട്ടർ മാത്രം പ്രഷർ കുക്കർ ഇടേണ്ട ആവശ്യമില്ലല്ലോ, അത് 100 ഡിഗ്രിയിൽ ബോയിൽ ആവത്തില്ലേ. വാട്ടറിന് ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി അല്ലേ. വാട്ടർ നമ്മൾ എന്തിനാണ് പ്രഷർ കൂടുമ്പോ ബോയിലിംഗ് പോയിന്റ് കൂടുന്നോന്ന് യൂസ് ചെയ്യുന്നത് പറയുന്നത് ഇങ്ങനത്തെ കേസിൽ പറയാനാ. പ്രഷർ കൂടി വരുമ്പോ അവിടെ എന്തായിരിക്കും, ബോയിലിംഗ് പോയിന്റ് കൂടും. വാട്ടറിന്റെ കേസ് വിടു നീ, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കൂട്ടേണ്ട ആവശ്യം നമുക്ക് പിന്നെ ഇല്ലല്ലോ. ഓക്കെ, അവൻ പഠിച്ചു ആലോചിക്കണായിരിക്കും പഠിച്ചത്. അപ്പൊ പ്രഷർ കുക്കറിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലായല്ല, പ്രഷർ കൂടുമ്പോ ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, ഇനി നമുക്ക് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം തീരും. തീർക്കും. ഓക്കെ, മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്ന് ശ്രദ്ധിച്ചോ, അത് കഴിഞ്ഞ് ഞാൻ നോട്ട് പറഞ്ഞു തരാം. ഓക്കെ, മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന 3 മോഡാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഇസ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പൊ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ 3 ടൈപ്പിലാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇതെന്താണെന്ന് ഞാൻ നോട്ട് തരാം. ഫസ്റ്റ് ശ്രദ്ധിക്കുക. ഇപ്പൊ കണ്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഞാനിവിടെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ അടുത്തായിട്ട് ഞാനിപ്പോ ക്യാൻഡിൽ അല്ല, ഇപ്പൊ ഞാനിവിടെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ അടുത്തായിട്ട് ഞാനൊരു സ്റ്റീലിന്റെ സംഭവം ഞാൻ അടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കണേ. ഓക്കെ, അടുത്ത് കൊണ്ടുവന്ന് തൊട്ടടുത്ത് കൊണ്ടുവന്ന് ഞാനൊരു സ്റ്റീലിന്റെ അല്ലെങ്കിൽ മെറ്റലിന്റെ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഞാൻ കൊണ്ടുവന്ന് വെച്ച് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹീറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താ ഹീറ്റ്, എന്താ പറയുന്നത്, ഹീറ്റ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ പാർട്ടിക്കിൾസ് അപ്പൊ ഈ എൻഡിൽ ശ്രദ്ധിക്കണേ, ഇതൊന്ന് പറഞ്ഞോട്ടെ കേട്ടാ. ഈ എൻഡിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഈ മെറ്റൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിലും നോക്കിക്കേ, ഇതിൽ നിറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് ഹീറ്റ് വന്ന് ആ ഹീറ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ഇവിടെ പിടിച്ചാലും എന്റെ കൈ കൊള്ളും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കണ്ടക്ഷൻ എന്ന് പറയാം. അപ്പൊ കണ്ടക്ഷൻ ഈ ഒരു എക്സാമ്പിൾ ആലോചിച്ച് വെച്ചേക്കാം. ഇവിടെ എന്ത് നോക്കിക്കേ, ഇവിടെ നിന്ന് പാർട്ടിക്കിൾസ്, ഇപ്പൊ ഇവിടെ ഈ പാർട്ടിക്കിൾസിന് ഹീറ്റ് കിട്ടി. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുവല്ല ചെയ്യുന്നത്. ഇതിന്റെ നടുക്കും എന്തുണ്ടാവും, ചൂടുണ്ടാവും. ഇവിടെ മാത്രമായിരിക്കും, ഈ 2 എൻഡിലും മാത്രമായിരിക്കും അല്ല, ഫുള്ള് കംപ്ലീറ്റ് എന്താവും, ഈ കംപ്ലീറ്റ് ഫുൾ സ്റ്റീലും എന്തായിരിക്കും, ചൂടായിട്ടിരിക്കും. അതായത് ഓരോ പാർട്ടിക്കിൾസും ഹീറ്റ് ട്രാൻസ്ഫർ ആയി വരുന്നു. ഇനി ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ മാത്രമായിരിക്കും ഹീറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ക്യാൻഡിലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഞാനൊരു സ്റ്റീലിന്റെ ഒരു എന്തെങ്കിലും ഒരു കമ്പി എന്തെങ്കിലും ഞാൻ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഫസ്റ്റ് അവിടെ മാത്രമായിരിക്കും ഹീറ്റ്. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ കുറച്ചുകൂടി കയറി വരും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താവും, എന്റെ കൈയുടെ ഇവിടെ വരെ എത്തും. അപ്പൊ എന്താ മീൻ ചെയ്യുന്നത്, ഓരോ പാർട്ടിക്കിൾസിനും ഹീറ്റ് കിട്ടി കഴിയുമ്പോൾ ആ പാർട്ടിക്കിൾസ് ഇതിന് എന്ത് ചെയ്യാൻ തുടങ്ങും, ട്രാൻസ്ഫർ ചെയ്ത് ഇതിന് ഫുൾ എന്താവും, ഹീറ്റ് ആകും. അല്ലാതെ ഇവിടെ 2 പാർട്ടിക്കിൾസിന് കിട്ടിയിട്ട് ഈ പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ എൻഡിലും കൊടുക്കുമല്ല, ഫുള്ള് എന്താവും, സ്പ്രെഡ് ആവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കണ്ടക്ഷൻ എന്ന് പറയാം. അപ്പൊ കണ്ടക്ഷൻ ഒരു മീഡിയവും വേണം, അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ആണ് ഇവിടെ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ എന്ത് എക്സാമ്പിൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഹീറ്റിന്റെ അടുത്ത് നമ്മൾ എന്ത് കൊണ്ടുവന്ന് വെച്ചാലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഈ എൻഡ്, ഇപ്പൊ ഇവിടെ ഹീറ്റ് ഉണ്ടെങ്കിൽ ഈ എൻഡിൽ മാത്രമായിരിക്കില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ എന്റെ കൈ പിടിച്ചിരിക്കുന്ന ഇവിടെ വരെ ഹീറ്റ് എത്തും. അപ്പൊ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ കണ്ടത്, പാർട്ടിക്കിൾസ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ,
കണ്ടക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു മീഡിയം വേണം, അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്തോണ്ടിരിക്കുക, ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് കൺവെക്ഷൻ. ഓക്കെ, കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചേക്കണേ, അതിന്റെ ക്യാൻഡിലിന്റെ ഇവിടെ ആയിട്ട് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ ചൂടാവത്തില്ലേ? ഓക്കെ, അപ്പൊ അവിടെ എന്താ മീൻ ചെയ്യുന്നത്, ഇതിന്റെ സറൗണ്ടിങ്ങിലുള്ള എന്താ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ അറ്റം കൊണ്ടൊന്ന് നമ്മൾ ടച്ച് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയാം. ടച്ചിലൂടെയാണ് നമുക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നതെന്ന് പറയാം. പക്ഷേ ഇവിടെ ഞാൻ എന്റെ കൈ ഇപ്പൊ ഇവിടെയാണ് തിരി കത്തിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് പൊക്കത്തായിട്ട് ഞാൻ കൈ വെച്ചാലും കുറച്ചു നേരം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അനന്തന് ഉറക്കം വരുന്നുണ്ട്, അപ്പൊ അനന്ത തന്നെ പറയും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ തിരി കത്തിച്ച് വെച്ചേക്കുവാന്ന് വിചാരിക്കും. അപ്പൊ എന്റെ കൈ വെച്ച് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ എന്റെ കയ്യിലേക്ക് നന്നായിട്ട് ചൂട് വന്നില്ലെങ്കിലും അത്യാവശ്യം ചൂട് വരും അല്ലെ? അപ്പൊ അവിടെ എന്താ മീൻ ചെയ്യുന്ന, ഈ ഒരു തിരിയുടെ ഇവിടെ ഉള്ള ഈ പാർട്ടിക്കിൾസ് എല്ലാം എന്താവും, എല്ലാം ഹീറ്റഡ് ആവും. അപ്പൊ ആ പാർട്ടിക്കിൾസിന് ഹീറ്റ് കിട്ടി, അതിന്റെ എഫക്റ്റിലാണ് എന്റെ കയ്യിൽ ഹീറ്റ് കിട്ടുന്നത്. ആ ടൈപ്പ് ഓഫ് കണ്ടക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കൺവെക്ഷൻ എന്ന് പറയാം. സോറി, ആ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് പറയും. ഇനി റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ആ തിരിയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഞാൻ കൈ കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിക്കും, കുറച്ചേരം കഴിയുമ്പോൾ ചെറിയൊരു ഹീറ്റ് ഒക്കെ വരും. അതിനാണ് നമ്മൾ റേഡിയേഷൻ എന്ന്. റേഡിയേഷൻ ഇപ്പൊ പ്രത്യേകം മീഡിയം ഒന്നും ഇല്ല, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള എന്തിന്റെ അടുത്ത് വെച്ചാൽ, ഇപ്പൊ ചൂടായിട്ടിരിക്കുന്ന എന്തിനെങ്കിലും അടുത്ത് വെച്ച് കൈ കൊണ്ടേ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു അതിന്റെ എഫക്ട് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ പൊള്ളിപ്പോകുന്നല്ല. കൺവെക്ഷൻ കൺവെക്ഷനും റേഡിയേഷനും തമ്മിൽ എന്താ വ്യത്യാസം എന്നാ, എടാ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തേക്കുക. അപ്പൊ അവിടെ ആ ഒരു സറൗണ്ടിങ്സിലുള്ള പാർട്ടിക്കിൾസിന്റെ എഫക്റ്റില്ല. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു മീഡിയം വേണമെന്നില്ല. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള ഏതൊരു ഒബ്ജക്റ്റിനും റേഡിയേഷൻ എഫക്ട് ചെയ്യും. ഇപ്പൊ EM വേവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. പറയട്ടെ, അതാ പറയാൻ പോണം, അതല്ലേ ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നത്. പറയട്ടെ, കൺവെക്ഷന് നമുക്കൊരു മീഡിയം വേണം. കൺവെക്ഷൻ പറഞ്ഞോട്ടെ. അനന്തശ്യാം, അനന്ത ഒന്ന് ഫേസ് കഴുകിട്ടോ ചെല്ലു. നമുക്ക് അത്രയും നോട്ട് എഴുതാം, അപ്പോഴത്തേക്കും നമുക്ക് അടുത്തത് പറയാം. കണ്ടക്ഷൻ എഴുതാം, അത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് പറയാം. ഡൗട്ട് മനസ്സിലായി, അവനും കൂടെ വന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. എഴുതിക്കോ. അവൻ നോക്കി എഴുതിക്കോളും വന്നിട്ട്. ഓക്കെ, എഴുതിക്കോ. ഫസ്റ്റ് വൺ, കണ്ടക്ഷൻ. Conduction is the transfer of heat. Conduction is the transfer of heat. ഒരു മിനിറ്റ് പറയാം. 2 മാർക്കിനായിരിക്കും, കുറച്ചുകൂടെ എഴുതാം. കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിക്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പാർട്ടിക്കിൾസ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ചിലപ്പോ 1 മാർക്കിന്, ചിലപ്പോ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടെ മാറ്റാം, ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോ. അല്ല, നമ്മൾ ആ പാർട്ടിക്കിൾസ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന് മാത്രമല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ, പക്ഷെ ഈ കാര്യം കൂടെ പറയണ്ടേ. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്തിട്ട് ആ പാർട്ടിക്കിൾസ് അല്ലേ ട്രാൻസ്ഫർ ചെയ്യണം, അതുകൂടെ പറയണ്ടേ. അപ്പൊ എഴുതിക്കോ. കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിക്സ് ഓഫ് transfer of particle, transfer of conduction is the mechanics of transfer of particles vibrate, particles vibrate and transfer heat, particles vibrate and transfer heat. Transfer of particles vibrate, ട്രാൻസ്ഫർ അങ്ങനെയാണോ പറഞ്ഞത്? സോറി. ഒന്നുകൂടെ ഞാൻ പറയാം. ഓക്കെ, ട്രാൻസ്ഫർ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ക്ലിയർ ആയിട്ട്. കണ്ടക്ഷൻ ഈസ് എ മെക്കാനിക്സ് ഓഫ് പാർട്ടിക്കിൾസ്. ആ ട്രാൻസ്ഫർ അങ്ങ് കട്ട് ചെയ്ത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഹീറ്റ്. അപ്പൊ കുഴപ്പമില്ലല്ലോ. Okay, particles vibrate and transfer heat. Transfer heat because of their temperature difference. Because of their temperature difference. Temperature difference. Because of their temperature difference. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. കണ്ടക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. Next point, conduction requires a medium.
Conduction requires a medium because of their temperature difference. Because of their temperature difference. Conduction requires a medium. അടുത്ത പോയിന്റ് conduction requires a medium. അടുത്ത പോയിന്റ് ഒരെണ്ണം കൂടി ഉണ്ട്. ടെക്സ്റ്റ് ഉണ്ടാ കയ്യില് ഉണ്ടാ ജോസ് ഉണ്ടാ ടെക്സ്റ്റ് വിവേക ടെക്സ്റ്റ് എന്ന് വെച്ചേ പാർട്ട് 1 അല്ല പാർട്ട് 2. അത്ര അത് വായിച്ചു നോക്കിക്കോട്ടാ. ഓക്കെ ശ്രദ്ധിച്ചു ഇത് നോക്കാട്ടാ. ഇത് കണ്ട ശ്രദ്ധിച്ചേ, ഇത് നോക്കിക്കേ. ഇല്ല അവിടെ നിൽക്കി, ഞാൻ വരാം, അങ്ങോട്ട് വരാം, കാണിച്ചു തരാം. കണ്ടക്ഷൻ കണ്ട, നമ്മളിപ്പോ ഇതിന്റെ ഇവിടെ ഈ എഫക്റ്റിൽ കൊണ്ടുവന്ന് ഞാനൊരു ഇത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ നിന്ന് ചൂട് വന്നിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം ചൂട് കൂടുതലായിരിക്കും, പിന്നെ ഇവിടെ കുറവായിരിക്കും. അപ്പൊ കൂടുതലിൽ നിന്ന് കുറവിലേക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കണ്ട ടെമ്പറേച്ചർ കൂടുതൽ, ഇവിടെ ടെമ്പറേച്ചർ കുറവ്. അപ്പൊ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അവിടെ നടക്കുന്ന ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയാം. പക്ഷെ കൺവെക്ഷൻ എന്ന് പറയുന്നത് നീ ചോദിച്ചു കറക്റ്റ്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ട, നമ്മൾ ഇതിന്റെ നേരെ പൊക്കത്ത് കൊണ്ടുവന്നു. അതിന്റെ പാത്വേ ഏതാ? ഈ തീ പോകുന്ന പാത്വേ ഏതാ? നേരെയല്ലേ, പൊക്കത്തേക്കല്ലേ പോകുന്നു. അപ്പൊ അതിന്റെ പാത്വേയിൽ കൊണ്ടുവന്ന് ഞാൻ കൈ വെച്ചേക്കണേ. അപ്പൊ എനിക്ക് ചൂട് എഫക്ട് ചെയ്യത്തില്ലേ? നല്ല വെച്ചേക്കോ. അതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ചൂട് എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ നേരെ അതിന്റെ അടുത്തേക്ക് പോയിട്ടില്ല, പരിസരത്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ എനിക്ക് ചൂട് എഫക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇപ്പൊ റേഡിയേഷൻ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഏതാ പറയാ, ഇപ്പൊ EM വേവ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ ഡിഫറൻസിൽ ഇലക്ട്രോമാഗ്നറ്റിക് EM വേവ്സിന്റെ സ്പെക്ട്രം, എക്സ്റേ, ഗാമ, റേഡിയോ, മൈക്രോ, ഇൻഫ്രാ,
റേഡിയോ, മൈക്രോ, ഇൻഫ്രാവിസിബിള്, എക്സ്റേ, ഗാമ, ഇതൊക്കെ പഠിച്ചില്ല. അൾട്രാവയലറ്റ്, UV റേസ് ഒക്കെ അല്ല എന്താ റേഡിയേഷൻ. ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇതൊക്കെ നമുക്ക് എന്താ ഇതിന്റെയൊക്കെ എഫക്ട് നമുക്ക് കിട്ടുമെങ്കിൽ ഇത് നമ്മൾ കാണാൻ പറ്റുന്നു. റേഡിയേഷൻ വരുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ കൺവെക്ഷന് നമുക്ക് അതിപ്പോ നമ്മൾ നേരെ നോക്കുമ്പോ കിട്ടുന്നതല്ലേ, അത് കൺവെക്ഷൻ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, നാച്ചുറൽ കൺവെക്ഷന്റെ കേസ് പറയുമ്പോൾ നമ്മൾ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് ഒക്കെ പറയത്തില്ലേ, അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കൺവെക്ഷൻ. അതായത് സണ്ണിൽ നിന്ന് ഹീറ്റ് വന്നിട്ട് സീ ബ്രീസും ലാൻഡ് ബ്രീസും ഉണ്ടാവുന്നു. ഇതൊക്കെ ഞാൻ പറയാം. സീ ബ്രീസും ലാൻഡ് ബ്രീസും ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കുക. അത് സണ്ണിൽ നിന്ന് ഹീറ്റ് വരുന്നു, ആ ഹീറ്റിന്റെ എഫക്റ്റിൽ വരുന്നതാണ് അത് കൺവെക്ഷൻ. കൺവെക്ട് ചെയ്യും. അപ്പൊ ഹീറ്റ്, അവന് ഉറങ്ങട്ടെ കുറച്ചു നേരം. ഹീറ്റ് വരുന്നു, ജ്യോതിസെ മോൻ കഴുകണ പോയി. ഹീറ്റ് വരുന്നു, ആ ഹീറ്റിന്റെ എഫക്റ്റിൽ ലാൻഡ് ചൂടാവുന്നു. ലാൻഡ് ചൂടായിട്ട് അത് പൊക്കത്തേക്ക് പോകും. അതിന്റെ ഇത് പൊക്കത്തേക്ക് പോയിട്ട് അപ്പൊ എന്ത് ചെയ്യും, ഹീറ്റ് കടൽ എന്താ സംഭവിക്കുക, സീ എന്താ സംഭവിക്കുക, സീക്ക് വാട്ടറിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലല്ലേ. അപ്പൊ ഹീറ്റ് ആവും തോറും എത്രത്തോളം സണ്ണിൽ നിന്ന് ഹീറ്റ് ആവുന്നു, അപ്പൊ ലാൻഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഹീറ്റ് ആവാൻ തുടങ്ങും. മറ്റേ ആൾക്ക് എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടിയതായതുകൊണ്ട് സീ പയ്യെ ഹീറ്റ് ആവത്തുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിലുള്ള ആ ഒരു ഹീറ്റ് പൊക്കത്തേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യും, ഏത് ഹീറ്റ് വരുന്ന ഹൈ ടു ലോ ആയിരിക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന ഹൈ ടു ലോ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, കടലിൽ നിന്ന് കാറ്റ് വീശും. അത് നമ്മൾ സോഷ്യലൊക്കെ പഠിച്ചിട്ടില്ലേ, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, അതൊക്കെ എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇത് കണ്ട, ശ്രദ്ധിച്ചോട്ടാ. ഇത് കണ്ട കണ്ടക്ഷൻ നോക്കിക്കേ. നമ്മളിപ്പോ ഹീറ്റില് പഠിച്ചതല്ലേ, സീ ബ്രീസും ലാൻഡ് ബ്രീസും. പറയണോ സീ ബ്രീസ്? അപ്പൊ എക്സാമ്പിൾസ് മനസ്സിലായില്ല. കൺവെക്ഷന്റെ എക്സാമ്പിൾ ആണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ പറയാം, പക്ഷെ പഠിച്ചാന്ന് പറഞ്ഞോണ്ട് ഡെഫിനിഷൻ തരാം. ഓക്കെ, ഇനി നമുക്ക് എഴുതാം. അപ്പൊ റേഡിയേഷന് മനസ്സിലായില്ല. അത് നമുക്കൊരു ഇക്വേഷൻ എഴുതാനുണ്ട്. അപ്പൊ ഇവിടെ വരെ എഴുതി, കണ്ടന്റ് മനസ്സിലായില്ലേ? ഇറ്റ് റിക്വയർസ് എ മീഡിയം. അപ്പൊ നമുക്ക് മനസ്സിലായി കണ്ടക്ഷനിൽ എന്താ സംഭവിക്കുക, മീഡിയം വേണം. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ആണ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇനി ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു മെറ്റൽ പോലത്തെ സംഭവം നമ്മൾ കൺസിഡർ ചെയ്തില്ലേ കണ്ടക്ഷനിൽ നമ്മൾ ഒരു മെറ്റൽ പോലത്തെ സംഭവം കൺസിഡർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഹീറ്റ് വരുവാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ ഫസ്റ്റ് കൂടുതലായിരിക്കും. അവിടെ നിന്നായിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ പാർട്ടിക്കിൾസ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരെ എത്തുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇവിടെ T1 എന്തായിരിക്കും, T1 ഗ്രേറ്റർ ദാൻ T2. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ T1 ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. പയ്യെ ട്രാൻസ്ഫർ ചെയ്താണ് T2ലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ Q ബൈ ഡെൽറ്റ T ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A into ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. A into T1 minus T2 divided by L. L എന്താ ലെങ്ത്, A എന്താ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത് ചോദിക്കാറില്ല, എന്നാലും പഠിച്ചു വെച്ചേക്കണം. ഡെൽറ്റ Q ബൈ ഡെൽറ്റ T ഈക്വൽ ടു K into പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മളൊരു ടേം കൊണ്ടുവന്നെയാണ്. K into A into T1 minus T2 by L. K is called, K നെ നമ്മൾ പറയുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇത്ര എഴുതിയിട്ട് കൺവെക്ഷൻ നോട്ട് പറയാം. പോണ്ടേ, കൺവെക്ഷൻ കൂടെ പറഞ്ഞിട്ടേ വിടുള്ളൂ. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇക്വേഷൻ എഴുതിയാ? ഇത്ര എഴുതിയാ? അപ്പൊ K എന്ന് പറയുന്നത് എന്താ, തെർമൽ കണ്ടക്ടിവിറ്റി. ദിസ് കോൺസ്റ്റന്റ് K is called thermal conductivity. K equal to thermal conductivity എന്ന് എഴുതി വെച്ചോട്ടാ. ഇനി ഗ്രേറ്റർ വാല്യൂ ഓഫ് K എഴുതിക്കോ. ഇത് എഴുതണം ഇക്വേഷനാ. സെക്കൻഡ് പോയിന്റ് ആണ് ഇക്വേഷൻ പറയാൻ ഞാൻ പറഞ്ഞു. അത് ജസ്റ്റ് ഇക്വേഷൻ മാത്രം മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. അത് എന്തൊക്കെയാന്ന് നോക്കി വെച്ചാൽ മതി. ഗ്രേറ്റർ വാല്യൂ ഓഫ് K
എഴുതിക്കോ എഴുതിക്കോ. ഗ്രേറ്റർ വാല്യൂ ഓഫ് കെ. നീ എത്ര മണിക്കാ വന്നത് പീറ്ററെ? ഇത് എഴുതി കഴിഞ്ഞിട്ട് എഴുതിക്കോ. ഗ്രേറ്റർ വാല്യൂ ഓഫ് കെ ഗ്രേറ്റർ ഇസ് ദ സ്പീഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. കെയുടെ വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. സ്പീഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അടുത്ത പോയിന്റ്, മെറ്റൽസ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ഹൈ കെ എന്ന് എഴുതിയാൽ മതി. മെറ്റൽസ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. മെറ്റൽസ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. മെറ്റൽസ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ഗ്രേറ്റർ വാല്യൂ ഓഫ് കെ അതാണ്. ഗ്രേറ്റർ വാല്യൂ ഓഫ് കെ greater value of k greater value of k greater is the speed of heat transfer. ഇത്ര ഓർത്താൽ മതി. കെയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അടുത്തത്, മെറ്റൽസ് ഹാവ് ഹൈ കെ. നോൺ മെറ്റൽസ് ലൈക്ക് വുഡ് ആൻഡ് ഗ്ലാസ്, നോൺ മെറ്റൽസ് ലൈക്ക് വുഡ്, ഗ്ലാസ് എക്സെട്ര ഹാവിംഗ് low k. ഗ്ലാസ്, വുഡ് ഹാവ് low k. കൺവെക്ഷൻ പറയട്ടെ. സമയമുണ്ടല്ലോ. ഓക്കെ, എടുത്തെഴുതിക്കോ. കൺവെക്ഷൻ is a mode of heat transfer. Convection is a mode of heat transfer by actual motion of matter of the medium. By actual motion of matter of the medium. ഞാൻ പറഞ്ഞില്ല, എയർ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ്. എയർ പാർട്ടിക്കിൾസ് ആണ് ഹീറ്റിനെ അവിടെ കണ്ടക്ട് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ കൺവെക്ഷൻ is a mode of heat transfer by actual motion of matter of the medium. By actual motion of matter of the medium. Second point, it requires a medium. അതിന് മീഡിയം വേണം. It requires a medium. It is possible only in fluids. It is possible only in fluids. Fluids എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഗ്യാസും ലിക്വിഡും. Okay, there are two types of convection: natural convection and forced convection. Natural convection and forced convection. There are two types of convection, natural convection and forced convection. Forced convection എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോഴ്സ്ഡ് കൺവെക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോഴ്സ്ഡ് ഓർ ഫോഴ്സ്ഡ്? ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ്, FORCED, ഫോഴ്സ് ചെയ്തിട്ട്. പോസ്റ്റ്, POST, പോസ്റ്റ് കൺവെക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ. അപ്പൊ നമ്മള് കൺവെക്ഷൻ പറഞ്ഞ നാച്ചുറൽ കൺവെക്ഷന്റെ എക്സാമ്പിൾ മനസ്സിലായല്ല? സീ ബ്രീസും ലാൻഡ് ബ്രീസും. ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ട് സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്താന്നല്ലേ പറഞ്ഞത്? അടുത്ത ക്ലാസ്സിൽ സീ ബ്രീസും ലാൻഡ് ബ്രീസും എഴുതിക്കൊണ്ട് തന്നെ എന്താന്ന് ഒരു 3-4 ലൈൻ മതി എഴുതിക്കൊണ്ട് തന്നെ. നിർത്തിയിട്ടില്ല. ഓക്കെ, എഴുതിക്കൊണ്ട് വന്നോട്ടാ. അറിയാവുന്ന പറഞ്ഞോണ്ടാ ഞാൻ നോട്ട് പറയാത്ത, അല്ലെങ്കിൽ സീ ബ്രീസും ലാൻഡ് ബ്രീസും പറയായിരുന്നു, അറിയാവല്ലോ. അപ്പൊ അതൊന്നും എഴുതിക്കൊണ്ട് വന്നോട്ടെ. അടുത്ത ക്ലാസ്സിൽ ഞാൻ നോക്കുക സീ ബ്രീസും ലാൻഡ് ബ്രീസും എഴുതിക്കൊണ്ട് തന്നെ. പിന്നെ അതുപോലെ അപ്പൊ നമ്മള് നാച്ചുറൽ കൺവെക്ഷൻ പറഞ്ഞു. ഇനി അടുത്തത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. എന്താ അപ്പൊ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുമ്പോ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്നൊന്ന് ശ്രദ്ധിച്ചേ, ഇതോടെ പറഞ്ഞോട്ടെ. ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുമ്പോ എന്താ മീൻ ചെയ്യുന്നത്? എന്തോ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഹീറ്റ് പമ്പ് ചെയ്യുക. നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഹീറ്റ് പമ്പ് ചെയ്യുക. എന്തോ ഒരു ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹാർട്ട് പമ്പ് ചെയ്യില്ല, ബ്ലഡ് ഒക്കെ, അതൊക്കെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നിട്ടാണ് പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഹയർ ഫ്ലോയിൽ നിന്ന് ലോവർ ഫ്ലോയിലേക്കല്ലേ പോകത്തുള്ളൂ. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഹീറ്റ് പമ്പ് ചെയ്യുന്നു. പക്ഷെ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഫോഴ്സ് കൊടുത്തിട്ടാണോ? അതുപോലെ
ഹീറ്റ്, ഇപ്പൊ സണ്ണ്, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് ഒക്കെ വരുന്നത്. അതല്ല, ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഫോഴ്സിന്റെ എഫക്റ്റിൽ പമ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോട്ട് എഴുതാം. അപ്പൊ ഇത്രയും പഠിച്ചിട്ട് വേണം വരാൻ. ചാപ്റ്റർ എന്തായാലും അടുത്ത ക്ലാസ്സിൽ തീർന്നു. റേഡിയേഷൻ എന്താന്ന് നോട്ട് എഴുതിയാൽ മതി. പിന്നെ അടുത്തതൊരു ലോ ഓഫ് കൂളിംഗും കൂടിയുണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഡെലീറ്റഡ് അല്ലല്ലോ ജോസഫ് നോക്കിയായിരുന്നു. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഡെലീറ്റഡ് ആണോ? ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഓപ്പോസ് ചെയ്ത് നിർത്തിക്കോ.